മഹേഷിൻ്റെ പ്രതികാരം. സോഷ്യൽ മീഡിയയിൽ പടർന്നുകൊണ്ടിരിക്കുന്ന ബട്ടർഫ്ലൈ എഫക്റ്റ്, ഡൊമിനോ എഫക്റ്റ്, റിപ്പിൾ എഫക്റ്റ് പോരാട്ടത്തിൽ ഏതാണ് സത്യത്തിൽ സംഭവിച്ചത്? മഹേഷിൻ്റെ പ്രതികാരത്തിലെ പ്രധാന കഥാസന്ദർഭത്തിൻ്റെ പുറകിലെ സംഭവ വികാസങ്ങൾ വിരൽ ചൂണ്ടുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റിലേക്കാണ്. എന്നാൽ പ്രേക്ഷകൻ കണക്കാക്കുന്നത് ഇതൊരു ഡൊമിനോ എഫക്റ്റായോ അല്ലെങ്കിൽ റിപ്പിൾ എഫക്റ്റിൻ്റെ ഒരു ഡൊമിനോ ചെയിനായോ ആവാൻ കാരണം ഈ പ്രതിഭാസങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാൻ ശ്രമിക്കാത്തിടത്താണ്. ഈ പറഞ്ഞൊന്ന് വിശദീകരിക്കാം. അതിനു മുൻപ് ഈ യുദ്ധഭൂമിയിലെ മേൽപ്പറഞ്ഞ എഫക്റ്റുകൾ എന്താണെന്ന് പെട്ടെന്നൊന്ന് വിശദമാക്കാം. ഡൊമിനോ എഫക്റ്റ്. അടുക്കി അടുക്കി വെച്ച 100 ഡൊമിനോകളിൽ ആദ്യത്തേത് രണ്ടാമത്തേതിൻ്റെ മുകളിലേക്ക് വീഴുന്നു, രണ്ടാമത്തേത് മൂന്നാമത്തേതിൻ്റെ മുകളിലേക്ക് വീഴുന്നു, അങ്ങനെ തുടരുന്നു. 99ാമത്തെ ഡൊമിനോ 100ാമത്തേതിൻ്റെ മുകളിലേക്ക് വീഴുകയും 100ാമത്തെ ഡൊമിനോ നിലത്തേക്ക് വീഴുന്നതോടെ ഈ പ്രവൃത്തി പൂർണ്ണമാവും. ഇവിടെ കാരണവും അതിൻ്റെ ഫലവും ക്രമമായ ശ്രേണിയിലൂടെ മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല ഇവിടെ മറ്റൊരു പ്രധാന പ്രത്യേകതയുണ്ട്. ആദ്യത്തെ ഡൊമിനോ രണ്ടാമത്തെ ഡൊമിനോയ്ക്ക് മുകളിലേക്ക് വീഴുന്നതോടെ തുടർന്നുള്ള ഡൊമിനോ വീഴ്ചകളിലോ തുടർന്ന് മറ്റേതെങ്കിലും പ്രവൃത്തികളിലോ ഈ ആദ്യത്തെ ഡൊമിനോയ്ക്ക് പിന്നീട് അങ്ങോട്ട് യാതൊരു പങ്കുമില്ല. ആദ്യത്തെ വീഴ്ചയോടെ അതിൻ്റെ പ്രവൃത്തിയും തീർന്നു, അതിൻ്റെ പങ്കാളിത്തവും തീർന്നു. നിങ്ങൾക്ക് ഈ പ്രവൃത്തിയിലെ ഓരോ സംഭവങ്ങളും കൃത്യമായി പ്രവചിക്കാനും കഴിയും. അതായത് ആരെയാണ് അടുത്തതായി വീഴ്ത്താൻ പോകുന്നത് അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് കൃത്യമായി മനസ്സിലാവും എന്നർത്ഥം. അതായത് മുൻകൂട്ടി മനസ്സിലാവും എന്നർത്ഥം. ഇതൊരു ക്രമമായ ഒരേ ദിശയിൽ മാത്രം സഞ്ചരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് ഇതൊരു ലീനിയർ ഫോർവേഡ് പ്രോസസ്സാണ്. മാത്രമല്ല ഇതൊരു ഇൻറ്റൻഷണൽ പ്രോസസ്സ് കൂടിയാണ്. ആദ്യത്തെ ഡൊമിനോ തട്ടിയിട്ടാൽ അവസാനത്തേതും മറിഞ്ഞു വീഴുമെന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചെയ്യുന്ന പ്രവൃത്തി. പൊതുവെ സിനിമകളിൽ സംഭവങ്ങൾ ഇങ്ങനെയാണ്. ഈ ഡൊമിനോ എഫക്റ്റ് പോലെയാണ്. ഒന്നെങ്കിൽ പ്രേക്ഷകന് മുൻപിലേക്ക് പൂർണ്ണമായും ഡൊമിനോ എഫക്റ്റ് വെച്ച് തരും, അല്ലെങ്കിൽ സിനിമയിലെ ഏതെങ്കിലും ഒരു ക്യാരക്ടർ സംഭവങ്ങളെ ഓരോന്നായി വിശദീകരിച്ച് തരും. അതായത് ഒരു തെളിവിൽ നിന്നും അടുത്തതിലേക്ക് ചെന്ന് ഒരു ഓഫീസർ കേസ് സോൾവ് ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവ് കഥ. അവസാനം ഓഫീസർ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നത് മിക്കപ്പോഴും ഡൊമിനോ എഫക്റ്റ് പോലെയാണ്. മഹേഷിൻ്റെ കാര്യത്തിൽ ഡൊമിനോ എഫക്റ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാണ് മറുപടി. കാരണം 1, ഇവിടെ ഓരോ സംഭവങ്ങളും നിങ്ങൾക്ക് മുൻകൂട്ടി കാണാൻ കഴിയില്ല. 2, ഇവിടെ ഉണ്ടായ മുഴുവൻ പ്രവൃത്തികളുടെയും തുടക്കം മഹേഷിൽ നിന്ന് തന്നെയായിരുന്നു. അവസാനം ഇതിൻ്റെ ഒട്ടും പ്രതീക്ഷിക്കാത്ത പരിണിത ഫലം ഉണ്ടായതും മഹേഷിൽ തന്നെയാണ്. 3, ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് കരുതി മനഃപൂർവ്വം നടന്ന പ്രവൃത്തികളല്ല ഇതൊന്നും. ഇതിനൊരു ഇൻറ്റൻഷൻ ഇല്ലായിരുന്നു. 4, ഇതിൻ്റെ അവസാനം ആർക്കും മുൻകൂട്ടി കാണാനും കഴിഞ്ഞില്ല. അതായത് ഇതൊരു ലീനിയർ ഫോർവേഡ് ഇൻറ്റൻഷണൽ പ്രോസസ്സ് അല്ല, നോൺ ലീനിയർ ഫീഡ്ബാക്ക് ലൂപ്പ് പ്രോസസ്സായിരുന്നു. റിപ്പിൾ എഫക്റ്റ്. പേര് പോലെ തന്നെ ഒരു ചെറിയ കല്ല് ഒരു കുളത്തിലേക്ക് ഇട്ടാൽ വെള്ളത്തിൻ്റെ മുകളിൽ ഓളങ്ങളുടെ ചലനങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിഭാസമാണിത്. ചെറിയ ഓളങ്ങൾ പിന്നീട് പോകെ വലിയ ഓളങ്ങളായി മാറും. ഒരു സ്പ്രെഡിങ് ഇമ്പാക്റ്റാണിത്, വ്യാപിക്കപ്പെടുന്ന ഒരു പ്രഭാവം. ഒന്നിലധികം ആളുകളെ ഈ പ്രവൃത്തിയുടെ ഇടയിൽ പലപ്പോഴായി, അതും പ്രവൃത്തിയിൽ ആദ്യത്തെ ആളുകളോട് യാതൊരു ബന്ധം പോലും ഇല്ലാതെ ബാധിക്കപ്പെടും. എന്നാൽ ഇതിനിടയിലെ ഏതെങ്കിലും ഒരു ചെറിയ ചെയിൻ മാത്രം പരിഗണിച്ചാൽ അതൊരു ഡൊമിനോ എഫക്റ്റായി തോന്നും. ഉദാഹരണത്തിന്, ഒരു കമ്പനിയിലെ മാനേജർ ഒരു സ്റ്റാഫിനെ വിളിച്ച് അയാൾക്ക് സാലറി കൂട്ടിക്കൊടുത്തു എന്ന് കരുതുക. അയാൾ സാലറിയുടെ ഒരു പങ്ക് കൊണ്ട് വീട്ടുകാർക്ക് പുതിയ ഡ്രസ്സ് വാങ്ങിക്കൊണ്ടുപോവുകയും ചെയ്തു എന്നും കരുതുക. ഓരോരുത്തർക്കും ഉണ്ടാകുന്ന സന്തോഷവും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളും ഒരു പരിധിവരെ നമുക്ക് ഊഹിക്കാമെങ്കിലും അത് തുടർന്ന് പോയി വലിയൊരു ഓളമായി മാറും. എന്നാൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് വീട്ടിലെ എല്ലാവരെയും മാറ്റി നിർത്തി അയാളുടെ മകന് കിട്ടിയ ഉടുപ്പിനെക്കുറിച്ചും തുടർന്നുള്ള മകൻ്റെ പ്രവൃത്തികളും മാത്രമാണെങ്കിലോ അത് ഒരു വലിയ ഓളത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അതായത് റിപ്പിൾ എഫക്റ്റിലെ ഒരു ഡൊമിനോ ചെയിൻ. സിനിമയിൽ ഇതൊരു റിപ്പിൾ എഫക്റ്റായി തോന്നാം. മഹേഷിൻ്റെ കമൻറ്റ് ഒരേ സമയം ഒരുപാട് പേരെയാണ് ബാധിക്കുന്നത്. ഈ റിപ്പിൾ എഫക്റ്റിൽ നിങ്ങൾക്ക് ഇടയ്ക്കിടെ ഡൊമിനോ ചെയിനുകളും കണ്ടെത്താൻ കഴിയും. ഉദാഹരണത്തിന്, തല്ല് കിട്ടിക്കഴിഞ്ഞ് രാത്രിയിൽ അത്താഴം കഴിക്കുമ്പോൾ മെമ്പർ താഹിറിനോട് എന്താ താഹിറൊന്നും പറയാത്തത് എന്ന് ബേബിച്ചേട്ടൻ ചോദിക്കുമ്പോൾ താഹിർ പറയുന്ന മറുപടി മറ്റുള്ളവരുടെ ജീവിതത്തിൽ കയറി അഭിപ്രായം പറയുന്നത് ഞാൻ നിർത്തി എന്നാണ്. പഴത്തിൽ തുടങ്ങിയ സംഭവങ്ങളിലെ ഒരു പ്രധാന കണ്ണി മെമ്പർ താഹിറായിരുന്നു. എന്നാൽ അതോടെ താഹിർ ജീവിതത്തിൽ ഒരു തീരുമാനം എടുത്തു. അതായിരുന്നു ഈ ഡൊമിനോ ചെയിൻ. മഹേഷിൻ്റെ കമൻറ്റിൽ തുടങ്ങി താഹിറിൽ തീർന്ന ഒരു ഡൊമിനോ ചെയിൻ. അതുപോലെയാണ് ബേബിയുടെ അളിയൻ ജോസിൻ്റെയും ഭാര്യ എൽസിയുടെയും കഥ. നെല്ലിക്ക മുഴുവൻ പോയ സങ്കടത്തിലും ദേഷ്യത്തിലും വീട്ടിൽ ചെന്ന് വഴക്കുണ്ടാക്കുന്ന ജോസിൻ്റെയും എൽസിയുടെയും കഥ അവിടെ തുടരുന്നുണ്ട്. പ്രേക്ഷകർ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല എന്ന് മാത്രം. കാരണം പ്രധാന കഥയിൽ തുടർന്ന് അവർക്ക് യാതൊരു പ്രാധാന്യവുമില്ല. പക്ഷേ അതവിടെ സംഭവിക്കുന്നുണ്ട്. ഇതാണ് മറ്റൊരു ഡൊമിനോ ചെയിൻ. മഹേഷിൻ്റെ കമൻറ്റിൽ തുടങ്ങി ജോസിലും എൽസിയിലും തീരുന്ന ഒരു ഡൊമിനോ ചെയിൻ. ഈ ഓരോ ഡൊമിനോ ചെയിനും ഒരു വലിയ റിപ്പിൾ എഫക്റ്റിൻ്റെ ഭാഗമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ റിപ്പിൾ എഫക്റ്റിൻ്റെ ഒരു പ്രത്യേകത അതൊരിക്കലും ഫീഡ്ബാക്ക് ചെയ്യപ്പെടുന്നില്ല എന്നതാണ്. മഹേഷ് ഒരു പ്രവൃത്തി ചെയ്തിരുന്നെങ്കിൽ അത് ഒരുപാട് പേരെ ബാധിച്ചാലും അത് പിന്നീട് മഹേഷിനെ ബാധിക്കില്ല. ഇതാണ് റിപ്പിൾ എഫക്റ്റ്. ഇവിടെ ഡൊമിനോ എഫക്റ്റും റിപ്പിൾ എഫക്റ്റും എപ്പോഴും ഒരു പരിധി വരെ ഊഹിക്കാവുന്നതും ഒരു ദിശയിലേക്ക് മാത്രം നടക്കുന്നതുമാണ്. മനഃപൂർവ്വം ചെയ്യപ്പെടുന്നതും അവസാനം പ്രവചിക്കാൻ കഴിയുന്നതുമാണ്. ബട്ടർഫ്ലൈ എഫക്റ്റ്.
ഇത് വളരെ ലളിതമായി പറഞ്ഞാൽ ചെറിയ കാരണങ്ങൾ വളരെ വലിയ അനന്തരഫലങ്ങൾ സൃഷ്ടിക്കുന്ന പ്രതിഭാസമാണ്. പണ്ട് മുതലേ കേട്ടിട്ടുള്ള ഉദാഹരണം ബ്രസീലിലെ പൂമ്പാറ്റയുടെ ചിറകടിയും ആഴ്ചകൾക്ക് ശേഷം ബ്രസീലിൽ നിന്നും 5000-ലധികം കിലോമീറ്റർ മാറിയുള്ള അമേരിക്കയിലെ ടെക്സസിൽ ഉണ്ടാകുന്ന ചുഴലിക്കാറ്റുമാണ്. ഫിസിക്സിലെയും മാത്സിലെയും കെയോസ് തിയറിയുടെ ഒരു ഭാഗമാണ് ഈ ബട്ടർഫ്ലൈ എഫക്റ്റ്. പണ്ട് അമേരിക്കൻ ഗണിതശാസ്ത്രജ്ഞനും കാലാവസ്ഥാ ശാസ്ത്രജ്ഞനുമായിരുന്ന എഡ്വേർഡ് ലോറൻസ് ആണ് ഈ പൂമ്പാറ്റ ചിറകടി ചുഴലിക്കാറ്റ് ഉദാഹരണം ആദ്യമായി പറഞ്ഞത്. അതിനുശേഷം ഏറ്റവും ജനപ്രീതി നേടിയ ഒരു ഉദാഹരണം ഇതുതന്നെയാണ്. സ്റ്റോക്ക് മാർക്കറ്റിലെ മാറ്റങ്ങളൊക്കെ ഈ ബട്ടർഫ്ലൈ എഫക്റ്റ് വെച്ച് വിശദീകരിക്കാൻ ശ്രമിക്കാവുന്നതാണ്. അതവിടെ നിൽക്കട്ടെ. ബട്ടർഫ്ലൈ എഫക്റ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്നത് ഒരു പ്രവൃത്തിയിൽ തുടക്കത്തിലേ ഉണ്ടാകുന്ന വളരെ ചെറിയ മാറ്റം പിന്നീട് വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെങ്കിലും നിങ്ങൾക്ക് ഈ തുടക്കത്തിലെ കാരണത്തിനും അവസാനത്തെ അനന്തരഫലങ്ങൾക്കും ഇടയിലെ കൃത്യമായ വഴി കണ്ടെത്തി ഇത് വിശദീകരിക്കാൻ കഴിയില്ല എന്നതാണ്. സിനിമയിൽ ഒരു പഴത്തിൽ നിന്നും തുടങ്ങിയ സംഭവങ്ങൾ ചന്തയിലെ അടിയിലേക്കും മഹേഷിൻ്റെ പ്രതികാരത്തിലേക്കും നീങ്ങുമ്പോൾ പ്രേക്ഷകന് കൃത്യമായി ഓരോ നിമിഷവും സംഭവിക്കുന്ന എന്താണെന്ന് അറിയാം. മാത്രമല്ല ഓരോ സംഭവങ്ങളും കൃത്യമായി കാണിച്ചു തന്നെയാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷെ സിനിമയിലെ കഥാപാത്രങ്ങൾക്ക് ഒരിക്കലും ഇത് തിരിച്ചറിയാൻ കഴിയില്ല. കാരണം പരസ്പര ബന്ധമില്ലാത്ത ഒരുപാട് ആളുകളും സന്ദർഭങ്ങളും ഇതിൽ പലയിടത്തായി വന്നു പോയിട്ടുണ്ട്. സിനിമയിലെ സംഭവങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കൂ. മെമ്പർ താഹിർ മഹേഷിനെ ചായയും പഴവും കഴിക്കാൻ ക്ഷണിക്കുന്നു. മഹേഷ് ചായയും പഴവും കഴിച്ച് പഴം കൊള്ളാമെന്നുള്ള അഭിപ്രായം പറയുന്നു. ഇത് കേട്ട് നിന്ന സാബു പറയുന്നു എൽദോ ചായൻ്റെ പറമ്പിൽ നിന്നും വെട്ടിയ വാഴക്കുലയാണെന്നും ജൈവനാണെന്നും. ഇത് കേട്ട ടോമി സാബുവിനോട് ദേഷ്യപ്പെടുന്നു. ഇതിനിടയിൽ മഹേഷ് ടൗണിലേക്ക് പോകുന്നു. മെമ്പർ താഹിർ ടോമിയുടെയും സാബുവിൻ്റെയും വഴക്കിൽ മധ്യസ്ഥത പറയാൻ ഇടപെടുന്നു. സ്ഥലത്തിൻ്റെ ഓണർ എൽദോയെ വിളിക്കുന്നു. പല പ്രാവശ്യം വാക്ക് മാറ്റി പറഞ്ഞ എൽദോയെ താഹിർ ഫോണിലൂടെ തെറി വിളിക്കുന്നു. ഇത് കേട്ട സാബുവും ടോമിയും താഹിറിനെ മാറി മാറി തല്ലുന്നു. തല്ലും വാങ്ങി ദേഷ്യത്തിൽ സൈക്കിൾ എടുത്തു പോയ താഹിർ സൈക്കിളിൽ വന്ന ഒരു പയ്യനെ ഇടിക്കുന്നു. അവൻ നെല്ലിക്കയുമായി പോയ ജോസിനെ ഇടിക്കുന്നു. നെല്ലിക്ക മുഴുവൻ താഴെ വീണ് നഷ്ടപ്പെട്ടു പോകുന്നു. ദേഷ്യത്തിലും സങ്കടത്തിലും വീട്ടിൽ ചെന്ന ജോസ് ഭാര്യ എൽസിയുമായി വഴക്ക് കൂടുന്നു. ഈ വഴക്ക് അയൽപക്കംകാരിയായ മോളി ബേബി ചേട്ടനെ ഫോൺ വിളിച്ചറിയിക്കുന്നു. കാര്യം അന്വേഷിക്കാൻ അളിയൻ ജോസിനെ വിളിക്കാൻ ഫോണിൽ ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് റീചാർജ് ചെയ്യാൻ കടയിലേക്ക് ചെന്ന ബേബി അവിടെ വെച്ചൊരു ഓട്ടോ ഡ്രൈവറായി വഴക്കാവുന്നു. കൂടുതൽ വഴക്കാവാതിരിക്കാൻ ഡ്രൈവറെ കൂട്ടുകാരൻ കടയിൽ നിന്നും വിളിച്ചുകൊണ്ട് പോകുന്നു. റോഡിൻ്റെ അപ്പുറത്ത് കിടന്ന ഓട്ടോയിലേക്ക് നടന്നുപോയ ഡ്രൈവറെയും കൂട്ടുകാരനെയും ക്രിസ്പിൻ ഓടിച്ചെന്ന് ഇടിക്കുന്നു. വഴക്ക് പിരിക്കാൻ ചെന്ന മഹേഷിനെ ഓട്ടോ ഡ്രൈവറുടെ സുഹൃത്ത് ജിംസൺ ഇടിച്ചു വീഴ്ത്തുന്നു, നാണം കെടുത്തുന്നു. മഹേഷിൻ്റെ പഴത്തെക്കുറിച്ചുള്ള അഭിപ്രായം അവസാനം മഹേഷിനെ തന്നെ വലിയൊരു പ്രശ്നത്തിൽ കൊണ്ടുചെന്നിട്ടു. മഹേഷ് ചെയ്തൊരു പ്രവൃത്തി തന്നെ പിന്നീട് മഹേഷിനെ വലിയൊരു പ്രശ്നത്തിൽ കൊണ്ടുചെന്നാക്കി. കറങ്ങി തിരിഞ്ഞ് മഹേഷിലേക്ക് വന്നു. ഇതൊരു നോൺ ലീനിയർ പ്രോസസ്സാണ്. ഇതൊരു ഫീഡ്ബാക്ക് ലൂപ്പ് സൃഷ്ടിച്ച പ്രവൃത്തിയാണ്. എന്നാൽ ഇതൊരു ഇൻറ്റൻഷണൽ പ്രോസസ്സ് ആയിരുന്നില്ല. ഇതിൻ്റെ ഫൈനൽ പ്രെഡിക്റ്റ് ചെയ്യാനും കഴിഞ്ഞില്ല. അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുള്ളത് ബട്ടർഫ്ലൈ എഫക്റ്റിൽ മാത്രമാണ്. സോ മഹേഷിൻ്റെ പ്രതികാരത്തിലെ സംഭവങ്ങൾ ബൈ ഡെഫിനിഷൻസ് ഫോളോ ചെയ്യുന്നത് ബട്ടർഫ്ലൈ എഫക്റ്റിലേക്കാണ്. എന്നാൽ ഇത് വളരെ ചെറിയ ഒരു നാട്ടിൻപുറത്തെ സംഭവം ആയതുകൊണ്ട് മഹേഷിൻ്റെ പ്രതികാരത്തിലേക്ക് എത്തുന്നതിന് ബട്ടർഫ്ലൈ എഫക്റ്റിൽ പറയുന്ന ചുഴലിക്കാറ്റിൻ്റെ അത്രയും പ്രാധാന്യമില്ല എന്നൊന്നും പറയരുത്. കാരണം നാണം കിട്ടത് മഹേഷാണല്ലോ. ബട്ടർഫ്ലൈ എഫക്റ്റിനെ കുറിച്ച് കാര്യമായി പറഞ്ഞ എഡ്വേർഡ് ലോറൻസ് അദ്ദേഹം അന്ന് ഈ കൂടെ മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരുന്നു. ബ്രസീലിലെ പൂമ്പാറ്റയുടെ ചിറകടി കാരണം എപ്പോഴും ടെക്സസിൽ ചുഴലിക്കാറ്റ് ഉണ്ടാവാത്തത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒരു പൂമ്പാറ്റയുടെ ചിറകടി മറ്റൊരു പൂമ്പാറ്റയുടെ ചിറകടി ക്യാൻസൽ ചെയ്യുന്നതുകൊണ്ടാണ്. കൂടുതൽ സിനിമ സയൻസ് വിശേഷങ്ങളുമായി വീണ്ടും വരാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ ഗൈസ്.